വാലന്റൈൻസ് ഒക്കെ വരുമല്ലേ, എല്ലാ തവണത്തെയും പോലെ ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊടുക്കാതെ ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി മിസ്റ്റർ ആൽബച്ചിനെ ഒന്ന് സർപ്രൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഗ്ലാസ്ടംബറിയിൽ ഗോഡസ് ടെമ്പിളിലുള്ള ഈ ഒരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇത് ബേസിക്കലി ലെസ്ബിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റങ്ങളും അങ്ങനെയൊക്കെ. എനിക്കെന്തോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ലെസ്ബിയൻസ്, LGBTQ അങ്ങനെ എല്ലാ കപ്പിൾസിനെയും ഞാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം അവരുടെ ഇഷ്ടങ്ങളല്ല, അവരെങ്ങനെ ജീവിക്കണം, അവരെന്താ ചെയ്യേണ്ടത്, ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വേറെ വേറെ ആയിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പല ഷേപ്പിലുള്ള പല ഓയിലുകൾ, പല ഗമ്മീസ് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയെന്നില്ല. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. കാരണം ചോക്ലേറ്റും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങി തിന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയത്തെ ഒരു സെൽഫ് ലവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കെട്ടിയോൻ വിദേശത്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോ ഞാൻ എന്തിനാ കാട് കയറി പോകുന്നേ, ഇവന്മാരവിടെ നിന്ന് എന്തോ ചോക്ലേറ്റ് അങ്ങാണ്ട് അടിച്ചു മാറ്റി തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഈ ടോണിയും ടോബിയും ഭയങ്കര കടിയും പിടിയാണ്. അങ്ങനെ അവന്മാരോട് ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ക്ലക്സ് വില്ലേജിലാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് കിട്ടുകയെ എന്താണെന്നറിയില്ല. വാലന്റൈൻസ് ആയിട്ടുണ്ടെങ്കിൽ കാഡ്ബറിയുടെ ഒരു ഫ്രൂട്ടിനെട്ടോ അല്ലെ എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറ്റി തിന്നില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഇല്ലെന്നേ. അപ്പം ഞാൻ അവിടെ പോയി ലിൻഡിൽ പോയി 2 ചോക്ലേറ്റും കൂടി വാങ്ങി. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പാർട്ട്നേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് എന്നെയൊക്കെ ഒത്തിരി സഹിക്കുന്നുണ്ട്. ആ സഹനത്തിനൊക്കെ ഇതൊന്നും കൊടുത്താൽ പോരാ. അപ്പം ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൊക്കെ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, നിങ്ങളുടെ പിള്ളേരെയൊക്കെ പൊന്നുപോലെ നോക്കുന്നു. സോ ദേ ഡിസേർവ് സം അപ്രിസിയേഷൻ. എപ്പോഴും കംപ്ലൈൻറ്റുകൾ മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കണോ. ഇടോ നല്ല ഫുഡാട്ടോ നീ ഉണ്ടാക്കി തന്നെ, വീടൊക്കെ നല്ല ക്ലീനായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ വാങ്ങിക്കൊടുക്കണോ. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കും. ഇത് ഗേൾസിന് ടെക്നോളജി അറിയാവുന്നതുകൊണ്ട് പറയുക. ശരി, എന്നാലേ ബൈ ദ ബൈ.